സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണും മുത്തശ്ശിയും കൂടി പ്രിയങ്കയുടെ അരികിൽ ചെല്ലുവാണ്. മുത്തശ്ശി എന്നിട്ട് പ്രിയങ്കയോട് ചോദിക്കണേ, നിന്റെ ചേച്ചി എവിടെയാണ് കിടക്കുന്നത്? അടുക്കളയിലാണോ നിന്റെ ചേച്ചിയെ കിടത്തി ഉറക്കേണ്ടത്? അന്നേരം പ്രിയങ്ക പറയണേ, അത് പിന്നെ ചെറിയമ്മയോട് പിന്നെ വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാൽ ഞാനൊന്നും പറയാഞ്ഞത്. അവൾ എന്തെങ്കിലും പറഞ്ഞാലും അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പം തന്നെ ചെന്ന് ആ ഗസ്റ്റ് റൂമിൽ വിരിയൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കിയിട്. അല്ല മുത്തശ്ശി, ഗസ്റ്റ് റൂമിലേക്കോ? ആ അതെ. അന്നേരം വരുൺ പറയണേ, ഗസ്റ്റുകൾ വന്നാൽ ഗസ്റ്റ് റൂമിലല്ലേ താമസിക്കേണ്ടത്? ഈ സമയം പ്രിയങ്ക പറയണേ, അല്ല നാളെ ഇനിയിപ്പോൾ എന്താണെങ്കിലും ആ റൂം റെഡിയാക്കിയേ പോരാ, രാധിക്കുമ്പോൾ ഇനി ഒരു നിമിഷം പോലും അവിടെ കിടക്കാൻ പാടില്ല. നീ പറഞ്ഞത് ചെയ്, വേഗം ചെന്ന് മുറിയൊരുക്ക്. അങ്ങനെ പ്രിയങ്കയാണെങ്കിൽ തീരെ താല്പര്യമില്ലാതെ മുറിയൊരുക്കാനായിട്ട് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം സന്തോഷം കൊണ്ട് വരുൺ മുത്തശ്ശിയുടെ കയ്യിൽ ഇങ്ങനെ പരസ്പരം അടിക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടാളോട് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇതേ സമയം പ്രിയങ്ക റൂമിൽ ചെന്ന് ആ ഒരു റൂമിലെ കട്ടിലിൽ കിടന്നിരുന്ന ആ വിരിയൊക്കെ മാറ്റി പുതിയ വിരിയൊക്കെ വിരിക്കുവാണ്. പ്രിയങ്കക്കാണെങ്കിൽ ദേഷ്യം വരുവാണ്. ഓ പിന്നെ ഗസ്റ്റ് റൂമിൽ കൊണ്ടുവന്ന് ആനയിച്ച് കിടക്കാൻ പറ്റിയ ഒരാൾ തന്നെ. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ വിരിയൊക്കെ വിരിക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി രാധികയുമായിട്ട് അവിടെ എത്തുക. ആ രാധിക മോളെ, ഇനിത് ഈ റൂമിൽ കിടന്നാൽ മതി കേട്ടോ. അന്നേരം രാധിക പറയുന്നുണ്ട്, അയ്യോ മുത്തശ്ശി, എനിക്ക് ഇത്രയും വലിയ റൂമൊന്നും വേണ്ടായിരുന്നു, ഞാൻ അവിടെ തന്നെ കിടന്നാനേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മോള് ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. ഈ സമയം പ്രിയങ്ക അവിടെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നത് കാണുമ്പോൾ രാധിക പറയണേ, അയ്യോ പ്രിയങ്കെ, നീ ഇതൊന്നും ചെയ്യണ്ട, ഇങ്ങ് തന്നേക്ക്, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഈ സമയം വരുണ റൂമിലേക്ക് വരുവാണ് കേട്ടോ. അങ്ങനെ വരുണ കാണുന്നതും പ്രിയങ്ക പറയണേ, ഓ അതൊന്നും വേണ്ട ചേച്ചി, ചേച്ചിയുടെ ഗസ്റ്റായിട്ട് താമസിക്കാൻ വന്നതല്ലേ, അപ്പോൾ ചേച്ചിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ടത് ഞാൻ തന്നെയല്ലേ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പ്രിയങ്കയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ് കേട്ടോ രാധിക. ഈ സമയം വരുണും പറയണേ, ആ അതെ അതെ, രാധിക ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പ്രിയങ്കക്കാണല്ലോ. രാധിക അടുക്കളയിൽ കിടന്നത് പ്രിയങ്ക നേരത്തെ തന്നെ അറിഞ്ഞിരുന്നെങ്കിലേ അതിന് സമ്മതിക്കില്ലായിരുന്നു, അല്ലേ പ്രിയങ്ക? അങ്ങനെ ഷീറ്റൊക്കെ വിരിച്ച് കഴിയുമ്പോൾ മുത്തശ്ശി പറയണേ, പ്രിയങ്ക നീ ചെന്ന് രാധിക മോൾക്ക് കുടിക്കാനുള്ള വെള്ളം കൂടി എടുത്തു വെച്ചേക്ക്. അങ്ങനെ പ്രിയങ്ക വെള്ളം എടുക്കാനായിട്ട് അവിടെ നിന്നും പോകുവാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല മോൾക്ക് രാത്രിയിൽ എന്തെങ്കിലും കഴിക്കാനോ മറ്റോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും വെക്കണോ? ഒന്നും വേണ്ട മുത്തശ്ശി, ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചു കിടന്നാൽ പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോളും. ഈ സമയം പ്രിയങ്ക വെള്ളവുമായിട്ട് അവിടെ വരുവാണ്. അങ്ങനെ വെള്ളമൊക്കെ അവിടെ വെച്ചിട്ട് പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി പറയണേ, എന്നാൽ ശരി മോള് കിടന്നുറങ്ങിക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മുത്തശ്ശിയെ വിളിച്ചാൽ മതി. ഈ സമയം വരണം പറയണേ, അതെ രാധികെ, ഞാൻ എന്താണെങ്കിലും ഉറങ്ങാൻ ലേറ്റ് ആവും, അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്താണെങ്കിലും എന്നെ വിളിക്കാൻ കേട്ടോ. അന്നേരം മുത്തശ്ശി വരണ്ട നോക്കി കളിയാക്കി ചിരിക്കുക. ആ മതി, എന്നാൽ ശരി മോളെ, വേഗം വാതിലടച്ച് കിടന്നുറങ്ങിക്കോ. അതെ നീ വേഗം റൂമിലേക്ക് പോകാൻ നോക്ക് എന്നും പറഞ്ഞ് മുത്തശ്ശി വരുണേയും കൂട്ടി അവിടെ നിന്ന് പോകാൻ തുടങ്ങുവാണ്. ഈ സമയം വരുൺ വീണ്ടും രാധികയുടെ റൂമിലേക്ക് ഓടി വന്ന് രാധികയുടെ അരികിൽ വന്ന് ഐ ലവ് യു എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി പിന്നാലെ വന്ന് വരുണിനെ അവിടെ നിന്ന് ബലമായിട്ട് കൂട്ടിക്കൊണ്ടു പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലെത്തുന്ന പ്രിയങ്ക ദേഷ്യം വന്നിട്ട് അവിടെ കട്ടിലിരുന്ന മാഗസിനുകളും അവിടെയുള്ള സാധനങ്ങളും എല്ലാം ദേഷ്യത്തിൽ താഴത്തേക്ക് വലിച്ചെറിയുവാണ്. അങ്ങനെ പെട്ടെന്ന് കട്ടിലിരിക്കുമ്പോഴായിരിക്കും കേട്ടോ താഴെ ഒരു മാഗസിനിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ആ ഫോട്ടോ എടുത്ത് അതിലേക്ക് നോക്കിക്കൊണ്ട് പ്രിയങ്ക പറയണേ, നിങ്ങളൊക്കെയാ എൻ്റെ മോഡല്, നിങ്ങളൊക്കെ ആണുങ്ങളെ വശത്താക്കുന്നത് കണ്ടിട്ട് സത്യം പറയാലോ അന്തം വിട്ടു പോയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക അലമാരി ചെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സാരി എടുക്കുവാണ്. ആ സാരി ഇങ്ങനെ ദേഹത്ത് വെച്ച് നോക്കിയിട്ട് പ്രിയങ്ക പറയണേ, വരുൺ ഇനി നീ എൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കില്ല, നീ എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുവാണല്ലേ, എങ്ങനെയാണ് നിന്നെ എന്നിലേക്ക് അടുപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞ് ആ സാരി എടുക്കാൻ പ്രിയങ്ക റൂമിലേക്ക് കയറുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുൺ പുറത്ത് നിലാവൊക്കെ നോക്കി പുറത്തിരിക്കുമായിരിക്കും കേട്ടോ. എന്നിട്ട് സന്തോഷത്തോടെ വരുൺ പറയണേ, മുത്തശ്ശിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഒന്നും പേടിക്കാനില്ല, എൻ്റെ രാധികനെ മുത്തശ്ശി തന്നെ ചേർത്ത് വെക്കും, അതിന് ആവശ്യമുള്ള സഹായം എല്ലാം മുത്തശ്ശി ചെയ്യും. രാധിക ഒരു പാവമാണ്, അവളധികം സ്വപ്നമൊന്നും കണ്ടിട്ടില്ല, സ്വപ്നങ്ങൾ എന്താണെന്ന് അവളെ കാണിച്ചു കൊടുക്കണം, നല്ലൊരു ജീവിതമാണ് അവൾക്ക് മുന്നിലുള്ളതെന്ന് അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് വരുൺ ഒത്തിരി സന്തോഷത്തിലിരിക്കുമായിരിക്കും. ഈ സമയം പ്രിയങ്ക സാരിയൊക്കെ എടുത്ത് ലിപ്സ്റ്റിക്കൊക്കെ അണിഞ്ഞ് വരുണിനെ വശീകരിക്കാനായിട്ട് വരുണിൻ്റെ മുമ്പിലേക്ക് എത്തുവാണ്ടോ. അങ്ങനെ പ്രിയങ്കയുടെ മട്ടും പാവമൊക്കെ കൊണ്ട് വരുൺ പ്രിയങ്ക ഒന്നിങ്ങനെ നോക്കുന്നുണ്ട്. ഈ സമയം പ്രിയങ്ക പറയണേ, വരുണിനോട് നിലവിളി നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുവാണോ, എന്നാൽ പിന്നെ ഞാനും കൂടാം. ഇതുപോലുള്ള സമയത്തൊക്കെ വരുണിന് കൂട്ടാൻ വേണ്ടത് വരുണിൻ്റെ ഭാര്യയായിട്ടുള്ള ഞാൻ തന്നെയല്ലേ. അന്നേരം വരുൺ പറയണേ, പക്ഷെ എനിക്ക് നിന്നോട് സംസാരിച്ചിരിക്കാൻ തീരെ താല്പര്യമില്ല. ഈ സമയം പ്രിയങ്ക പറയണേ, വരുണിപ്പോൾ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം, വരുണിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങേണ്ടവളാണ് ഞാനെന്നല്ലേ. സത്യം പറഞ്ഞാൽ അങ്ങനെ പൈസ വാങ്ങി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് കിട്ടിയത് എത്ര നല്ല ജീവിതമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. വരുണിനെ വിട്ടുപോകാൻ എന്നെക്കൊണ്ട് ഒരിക്കലും ആവില്ല, അതുകൊണ്ട് ഇനി ഞാൻ എല്ലാ അർത്ഥത്തിലും വരുണിനെ സ്നേഹിച്ച് വരുണിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുക.
അത് കേട്ടിട്ട് വരുൺ ചിരിച്ചുകൊണ്ട് ചോദിക്കണേ, അല്ല ഈ പറഞ്ഞ ഡയലോഗിനൊക്കെ കൂടി ഞാൻ എത്ര രൂപയാണ് തരേണ്ടത്? അന്നേരം പ്രിയങ്ക പറയണേ, വരുൺ ഞാൻ തമാശ പറഞ്ഞതല്ല, ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറഞ്ഞത്. വരുണിനെ ഞാൻ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുവാണ്. വരുൺ വാ, നമുക്ക് റൂമിലേക്ക് പോകാം, നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഇല്ലേ? അന്നേരം വരുൺ ചോദിക്കണേ, അല്ല നിൻ്റെ ഈ വേഷം? അത് കേൾക്കുമ്പോൾ പ്രിയങ്ക ചോദിക്കുക, എന്താ വരുണിത് ഒത്തിരി ഇഷ്ടമായോ? ആളുങ്ങളെ മയക്കുന്ന പോലത്തെ വേഷമാണല്ലോ ഇത്. പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമില്ല. ഇതുപോലെ രാത്രി സമയത്ത് ആണുങ്ങളെ മയക്കുന്ന പെണ്ണുങ്ങളോടൊക്കെ എനിക്ക് വെറുപ്പുള്ളത്. നീ എൻ്റെ കൺമുമ്പിൽ നിന്ന് പൊക്കെ. അന്നേരം പ്രിയങ്ക പറയണേ, വരുൺ എന്താ ഇങ്ങനെ? ഞാൻ വരുണിൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്. വരുൺ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വരുണിൻ്റെ കയ്യിലൊക്കെ കയറി പിടിക്കുവാണ്. നിന്നോടല്ലേ പറഞ്ഞത് എൻ്റെ ദേഹത്ത് തൊടരുതെന്ന്? ഞാൻ തൊടും എന്ന് പറഞ്ഞ് വരുണിൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കുകൊണ്ട് പ്രിയങ്ക. ഈ സമയം ദേഷ്യം വന്ന വരുൺ പ്രിയങ്കയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കുവാണ്. ഇതേസമയം രാധിക റൂമിലെ ജനലിൽ നിന്നുകൊണ്ട് ഈ കാഴ്ചയെല്ലാം കാണുന്നുണ്ടായിരിക്കും കേട്ടോ. അന്നേരം വരുൺ പറയണേ, ദേ മേലാലും മാതിരി വേഷം കിട്ടുവട്ടെ എൻ്റെ അടുക്കലേക്ക് വന്നു പോരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരു പെൺകുട്ടിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടിയാ എൻ്റെ ശരീരം മനസ്സുമെല്ലാം. അത് മറ്റൊരുത്തിയും തൊട്ട് അശുദ്ധമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദക്ക് എൻ്റെ കൺമുമ്പിൽ നിന്ന് പോയിക്കോണം നീ. ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ നിൽക്കുവാണ് കേട്ടോ രാധിക. ഈ സമയം പ്രിയങ്ക പറയണേ, വരുൺ എന്നെ അടിച്ചെങ്കിലും എനിക്കതിൽ സങ്കടമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ വരുണാണ്. അതുകൊണ്ട് തന്നെ വരുണിൻ്റെ ഈ തല്ലൊന്നും ഞാൻ അത്ര കാര്യം വെക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക വേഗം തന്നെ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഇതെല്ലാം കാണുന്ന രാധിക സങ്കടത്തോടെ പറയണേ, ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വരുണും പ്രിയങ്കയും തമ്മിൽ അടിക്കില്ല. അവർ തമ്മിൽ അകന്നു പൊക്കോണ്ടേയിരിക്കും. ഞാനിവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. ഈ രാത്രി തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനെ പറഞ്ഞ് രാധിക പതിയെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. അങ്ങനെ ഇരുട്ടത്ത് തന്നെ രാധിക സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് എത്തുവാണ് കേട്ടോ. പെട്ടെന്ന് മുത്തശ്ശി ലൈറ്റ് ഇടുവാണ്. എന്നിട്ട് രാധികയുടെ അരികിലേക്ക് വരുവാണ് കേട്ടോ. അത് കാണുന്നതും രാധിക ഒന്ന് ഭയന്നു പോകുക. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, അല്ല മോളിതെങ്ങോട്ടേ ഇരുട്ടത്ത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? വെള്ളമൊക്കെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചതാണല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ മുത്തശ്ശി, ഞാൻ ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, എന്തു പറ്റി? മോളുടെ മുഖത്ത് എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. എന്താ മോളെ, എന്തുണ്ടെങ്കിലും കാര്യം പറ. മോൾക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതി എന്തെങ്കിലും ഉണ്ടായോ? ഈ സമയം രാധിക പറയണേ, മുത്തശ്ശി എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ തിരികെ വീട്ടിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചത്. എന്താ മോൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തത്? ആരെങ്കിലും മോളെ എന്തെങ്കിലും പറഞ്ഞോ? അതുകൊണ്ടൊന്നുമല്ല മുത്തശ്ശി. അത് പിന്നെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും വിട്ട് അങ്ങനെ നിന്നിട്ടില്ലല്ലോ. ഇവിടെ വന്ന് നിന്നപ്പോൾ അവരെ കാണാൻ തോന്നി. അതുകൊണ്ടാണ് ഞാൻ. എന്നെ ഒന്ന് അവിടെ തിരിച്ചെത്തിക്കാൻ പറ്റുമോ? അന്നേരം മുത്തശ്ശി പറയണേ, മോളെ എനിക്കറിയാം മോളുടെ മനസ്സിൽ മോൾക്ക് അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ ജീവനാണ്. പക്ഷേ തൽക്കാലം മോളിപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല. അടുത്ത ദിവസം തന്നെ ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജയും കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് മോള് പോയാൽ മതി. മുത്തശ്ശിയല്ലേ പറയുന്നത്? മോള് വാ, നമുക്ക് റൂമിലേക്ക് ചെല്ലാം. ഞാനും കൂടി മോളുടെ കൂടെ വരാം. അയ്യോ അതൊന്നും വേണ്ട മുത്തശ്ശി, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. അതൊന്നും സാരമില്ല. എൻ്റെ കുട്ടിക്ക് ഇവിടെ ഒരു കുറവോ ഒരു വിഷമവും വരാൻ പാടില്ല. അതുകൊണ്ട് മോള് വാ, ഞാൻ മോൾക്ക് കൂട്ടിരിക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശി രാധികയും കുട്ടിയും റൂമിലേക്ക് പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ്. അവിടെ സുകുമാരിയമ്മയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് പ്രിയങ്ക. അങ്ങനെ പ്രിയങ്കയുടെ കോള് കാണുന്നതും സന്തോഷത്തോടെ സുകുമാരിയമ്മ ഫോൺ എടുക്കുക. ഹലോ മോളെ, എന്താ അവിടെ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രാധിക അവൾ നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ? അന്നേരം പ്രിയങ്ക പറയണേ, അവരെനിക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അവരിവിടെ നിൽക്കുന്നതേ എനിക്ക് തീരെ ഇഷ്ടമല്ല. മുത്തശ്ശി എന്തിനാ അവരിവിടെ നിർത്താൻ സമ്മതിച്ചത്? അന്നേരം മുത്തശ്ശി പറയണേ, ഞാൻ സമ്മതിച്ചതാണോ? എത്ര വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിലും അവൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് തന്നെ തീരുമാനിച്ചത്. അപ്പോഴേക്കും ദേവൻ ഇടപെട്ടില്ലേ? അവളവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? പിന്നെ കൂടുതൽ എനിക്ക് നിർബന്ധിക്കാനും പറ്റില്ലല്ലോ. അല്ല, നീ വരുണിനോടിപ്പോൾ സ്നേഹത്തിൽ തന്നെയല്ലേ സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ? അതെ, ഞാൻ ഇപ്പോൾ വരുണിനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും വരുണിൻ്റെ മനസ്സിൽ കയറി പറ്റണമെന്നാണ് വിചാരം. പക്ഷേ രാധിക അവളിവിടെ ഉള്ളപ്പോൾ അതൊന്നും നടക്കില്ല. ഞാനിവിടെ അവളെ എൻ്റെ വേലക്കാരിയായിട്ടേ കാണുന്നുള്ളൂ. എൻ്റെ കാര്യങ്ങൾ നടത്തിത്തരാൻ ഞാൻ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്ന ഒരാൾ, അത്രമാത്രമേ അവൾക്ക് ഞാൻ കൊടുക്കുന്ന വില. ഈ സമയം മുത്തശ്ശി വരണേ, അത് മതി, അങ്ങനെ തന്നെ നീ അവളെ കണ്ടാൽ മതി. പിന്നെ മോളെ, ഇവിടെ നിന്ന് ഞാൻ പലതവണ അവളെ ഓടിച്ചുവിടാൻ ശ്രമിച്ചതാണ്. മോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി അവളെ ആ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിച്ചുവിടാൻ നോക്ക്. അവൾക്കിപ്പോൾ നാടിനുള്ള രക്ഷകരാണല്ലോ. അവരുടെ ആരുടെയെങ്കിലും ഒപ്പം പൊക്കോട്ടെ, നമുക്ക് സമാധാനം ഉണ്ടാകുമല്ലോ. പിന്നെ മോളെ, ഒരു കാര്യവും കൂടി, നീ വരുണിൻ്റെ മനസ്സിൽ മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവരുടെ മനസ്സിലും സ്ഥാനം പിടിക്കാൻ നോക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി. അതിനു മുമ്പ് വരുണിനെ രാധികയും തമ്മിൽ എങ്ങനെയെങ്കിലും അകറ്റണം. വരുണിന് രാധികയോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ചേച്ചിയുടെ വന്നപ്പോൾ മുതൽ ഭയങ്കര സന്തോഷമാണ് വരുണിൻ്റെ മുഖത്ത്. ഈ സമയം മുത്തശ്ശി പറയണേ, അവൾക്കും അവൻ്റെ മനസ്സിൽ കയറി പറ്റണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. അവൻ താലി കെട്ടിയത് അവളുടെ കഴുത്തിലാണെന്ന് അവൾക്കൊരു ബോധമുണ്ടല്ലോ.
അതുകൊണ്ട് തന്നെ അവനെ സ്വന്തമാക്കാനായിട്ട് അവൾ ശ്രമിച്ചെന്നിരിക്കും. അന്നേരം പ്രിയങ്ക പറയണേ, അങ്ങനെ എന്തെങ്കിലും അവരുടെ ഭാഗത്ത് നടന്നു കഴിഞ്ഞാലേ പിന്നെ മുത്തശ്ശിക്കും അച്ഛനും ഒക്കെ ഉടനെ ഈ വീട്ടിലേക്ക് വരേണ്ടി വരും. ഏതെങ്കിലും ഒരു മൂലക്ക് ചുരുണ്ടുകൂടി കിടക്കുന്ന ആ രാധികയുടെ ശവം കൊണ്ടുപോകാനായിട്ട്. അത് കേൾക്കുന്നത് മുത്തശ്ശി പറയണേ, മോളെ നീ ഇങ്ങോട്ട് തന്നെ നിൽക്കണം. ഇത്ര സ്ട്രോങ് ആയിട്ട് നീ നിൽക്കുകയാണെങ്കിൽ രാധികക്കും വരണമൊന്നും നിന്നെ തകർത്താനായിട്ടാവില്ല. ഈ സമയം പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശി, ഈ രാധിക വരുണയും തമ്മിൽ തെറ്റിക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? വല്ല മന്ത്രോ കൂടോത്രോ അങ്ങനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, നമുക്ക് നോക്കാം മോളെ. ഞാൻ ഒരാളെ ഒന്ന് ചെന്ന് കണ്ടു നോക്കാം. കാണണം മുത്തശ്ശി, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയണം. രണ്ടുപേരെ തമ്മി കണ്ട പോരടിക്കുന്ന രീതിയിൽ ശത്രുക്കളാക്കി മാറ്റണം. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക കോള് കട്ടാക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വഴിയിലൂടെ നടന്നു പോകുന്ന രാധികനെയാണ് കേട്ടോ. ഈ സമയം വരുൺ പുറത്ത് കാറുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ രാധികയെ കാണുന്നതും വരുൺ തടഞ്ഞു നിർത്തുക. എങ്ങോട്ടേക്കാ താൻ? ഞാൻ മ്യൂസിക് സ്കൂളിലേക്കാ. വരണൊന്ന് മാറിക്കേ. താൻ വന്ന് വണ്ടി കയറ്. എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. തന്നെ ഞാൻ മ്യൂസിക് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാം. അതൊന്നും വേണ്ട, ആൾക്കാർ കാണും. വരണൊന്ന് മാറ്. ഈ സമയം രാധികയുടെ കൈ കയറി പിടിക്കുന്നുണ്ടോ വരുൺ. ദേ മര്യാദക്ക് വന്ന് കാറി കയറ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തന്നോട് സംസാരിക്കണമെന്ന്. അല്ലെങ്കിൽ ഞാൻ മ്യൂസിക് സ്കൂൾ വരെ തൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും, സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. എന്താ വരണത്? ആൾക്കാർ കാണും. കാണട്ടെ, അതുകൊണ്ടല്ലേ ഞാൻ കാറി കയറാൻ പറഞ്ഞത്. താൻ കയറിയില്ലല്ലോ. ശരി വിടുവരും, ഞാൻ കയറിക്കോളാം. എന്നാൽ ശരി, വന്ന് കയറ്. നോക്കി നിൽക്കാതെ വന്ന് കയറടോ എന്ന് പറഞ്ഞ് രാധികയെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റുവാണ്ടോ വരുൺ. അങ്ങനെ വരുണും കാറി കയറുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ ദേഷ്യത്തിൽ വരുണിനെ നോക്കുവാണ്ടോ. അന്നേരം വരുൺ പറയണേ, ആ സീറ്റ് ബെൽറ്റ് ഇട്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇട്ട് തരാം എന്ന് പറഞ്ഞ് വരുൺ ഇടാൻ വരുമ്പോഴേക്കും രാധിക പറയണേ, വേണ്ട വേണ്ട, ഞാൻ തന്നെ ഇട്ടോളാം. അങ്ങനെ പറഞ്ഞ് രാധിക തന്നെ ആ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഡോറിന് അങ്ങോട്ടേക്ക് ഭയങ്കര ചേർന്നിരിക്കുവാണ്. ഇത് കണ്ടിട്ട് വരുൺ പറയണേ, അതെ, കാറിലിരിക്കുന്ന ആൾക്കാരേതും ഞാൻ പിടിച്ച് തിന്നിയൊന്നുമില്ല. അതുകൊണ്ട് ഡോറിൻ്റെ അത്ര അങ്ങ് ചേർന്നിരിക്കണ്ട, മര്യാദക്കിരിക്കും. അങ്ങനെ പറഞ്ഞ് വരുൺ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം വരുൺ പറയണേ, സത്യം പറയാമല്ലോ, ഈ വഴിയിലൂടെ തൻ്റെ ഒപ്പം ഇതുപോലൊരു യാത്ര ഞാൻ എത്ര തവണ സ്വപ്നം കണ്ടിട്ടുള്ളതാണെന്നറിയോ? കുറേ തവണ സ്വപ്നത്തിൽ ഞാൻ ഇതുപോലെ തൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുണിൻ്റെ വാക്കുകളൊക്കെ കേട്ടിരിക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്